നമുക്ക് കുറച്ചും കൂടി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇന്ത്യയിലല്ല, ഇനി പുറത്ത് നാട്ടിൽ പോയി പഠിക്കണമെങ്കിൽ അതിനും നമുക്ക് കുറച്ചും കൂടി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത് ഇപ്പം നമ്മൾ കണ്ടതല്ല, ഇച്ചിരിയും കൂടി കാര്യങ്ങൾ ഇനി വൈഡായിട്ടുണ്ടെന്ന് ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് പേഴ്സണലി ആവശ്യമുള്ള ചില കാര്യങ്ങളും എനിക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഏത് കോഴ്സ് എടുക്കാമെന്നും ഇവിടുന്ന് നല്ല വൃത്തിക്ക് നമുക്ക് പറഞ്ഞു തന്നെ ഏത് മേഖലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇന്ത്യയിലല്ല, ഇനി പുറത്ത് നാട്ടിൽ പോയി പഠിക്കണമെങ്കിൽ അതിനും ഇവർ നമ്മളെ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. നമ്മൾ കരിയറുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യവും ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എന്തെടുക്കണം, ഏതാ എടുക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു തന്നു. അവർ തന്നെ നമ്മുടെ പാഷൻ എന്താണെന്നൊക്കെ ചെക്ക് ചെയ്ത് അവർ പറഞ്ഞു. നമ്മുടെ ഡ്രീം എന്താണ്, ഡ്രീമിലേക്ക് പോകാനായിട്ടുള്ള വഴികളെല്ലാം അവർ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്. ശരിക്കും എജുസൈൻ ക്യാമ്പ് അതിശയിപ്പിച്ചു. പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ മനസ്സിലാക്കാൻ ഏറ്റവും ബെറ്റർ ചോയ്സ് എജുസൈൻ തന്നെയാണ്. അതായത് ഒരുപാട് കരിയർ സെൻറ്റേഴ്സ് എജുസൈൻ ഇവിടെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇവരോട് എല്ലാവരോടും നമുക്ക് സംസാരിച്ച് നമ്മുടെ സംശയങ്ങൾ തീർക്കാം. അതേപോലെ നമുക്ക് എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്നതെല്ലാം നമുക്ക് നൽകാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു ടീച്ചറെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എജുസൈൻ തന്നെയാണ്. +2 കഴിഞ്ഞ് ഇനി ഡിഗ്രി, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവയെക്കുറിച്ചൊക്കെ അറിയാനും അതുപോലെ തുടർ പഠനത്തിനായിട്ടുള്ള പല മേഖലകളെക്കുറിച്ച് അറിയാനും ഈ എജുസൈൻ എന്ന വെഫിയുടെ പദ്ധതി വളരെ ഉപകാരപ്രദമായി. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു. കുറേ മേഖലകളെ കുറിച്ച് അറിയാനൊക്കെ പറ്റി. വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ഇപ്പം മാറി കിട്ടിയിട്ടുണ്ട്.